കോതമംഗലം ബ്ലോക്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പങ്കെടുത്ത യോഗം കർമ്മപദ്ധതിക്ക് രൂപം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം, പകർച്ചവ്യാധി നിയന്ത്രണം എന്നിവ സംബന്ധിച്ചുള്ള യോഗമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നത്. പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് പ്രതിസന്ധി നേടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഇപ്പോ മഞ്ഞപ്പിത്തം ബാധിതരായി 19ഓളം ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തും സമാനപരമായ തരത്തിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നെല്ലിക്കുഴി പഞ്ചായത്തിൽ 18ാം വാർഡിൽ ഏകദേശം 20ഓളം ആളുകൾ മുൻനിരയിൽ ഉള്ളവരായി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കൊതുകിന് വളരാനൊക്കെ വളരെ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും നമ്മുടെ പ്രദേശത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന്, ഇത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി വലിയ ജാഗ്രത നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകണം. കോതമംഗലം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും വകുപ്പ് തല ഏകോപന യോഗം അടിയന്തരമായി ചേരുന്നതിന് യോഗം തീരുമാനിച്ചു. കുടിവെള്ള സ്രോതസ്സുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ, ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ എന്നിവ നടത്തുന്നതിനും പകർച്ചവ്യാധി മാലിന്യ കൂമ്പാര ഹോട്ട്സ്പോട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഡയാന നോബി, ഡോക്ടർ അനില ബേബി, മാമച്ചൻ ജോസഫ്, ജെസി സാജു, കാന്തി വെള്ളക്കയ്യൻ, ജെയിംസ് കോറമ്പേൽ, സാലി ഐബ്, TK കുഞ്ഞുമോൻ, ആനീസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, ലിസി ജോസ്, ആശ ജെയിംസ്, അനു വിജയനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിൽ, നെല്ലിക്കുഴി പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം A, വെള്ളത്തിൽ കൂടിയും മലിനമായ ആഹാരത്തിൽ കൂടിയും പകരുന്ന മഞ്ഞപ്പിത്തം A വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് അടിയന്തരമായിട്ട് കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ജലം വറ്റി വരുന്ന ഒരു സാഹചര്യത്തിൽ ജലം മലിനപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം എന്നുള്ളതാണ് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു കർമ്മ പദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ട് ക്ലോറിനേഷൻ നമ്മൾ നടത്തണം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.